രവാഡ ചന്ദ്രശേഖരനെ നിരന്തരം വേട്ടയാടിയ CPM-നെ രവാഡ ഇപ്പോൾ തിരിച്ചു വേട്ടയാടുകയാണ്. പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ രവാഡയെ CPM നേതാക്കൾ പറയുമ്പോൾ അത് രവതയാണ്. രവതയെ അറിയാമോ എന്ന് ചോദിച്ചു പോകും. തള്ളാനും കൊള്ളാനും പറ്റാത്ത നിലയിൽ തമ്മിൽ ഭേദം എന്ന രീതിയിൽ പോലീസ് മേധാവിയാക്കി. 1994 മുതൽ രവാഡയെ വേട്ടയാടിയത് ഒറ്റ ദിവസം കൊണ്ട് മറന്ന് പാർട്ടി രവാഡയെ വിശുദ്ധനാക്കി. ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന പതിവ് ന്യായീകരണം. അണികൾക്ക് പോലും പാർട്ടി ന്യായീകരണത്തിൽ തൃപ്തി ഉണ്ടാവുകയില്ല. എന്തായാലും P. ജയരാജന്റെ വായടച്ച് കൂത്തുപറമ്പ് വെടിവെപ്പിന് പുതിയ ഭാഷ്യം രചിച്ചു പുതിയ പോലീസ് മേധാവി നിയമനത്തിൽ സർക്കാരും CPM-ഉം. പോലീസ് മേധാവിയായി നിയമിക്കേണ്ടി വന്ന രവാഡ ചന്ദ്രശേഖർ 1994 നവംബർ 25 മുതൽ CPM-ന് കണ്ണിലെ കരടായിരുന്നു. കൂത്തുപറമ്പിൽ 5 DYFI സഖാക്കളെ വെടിവെച്ചു കൊന്ന പോലീസ് തേർവാഴ്ചയുടെ നേർചിത്രമായി രവാഡ ചന്ദ്രശേഖരെ CPM ചിത്രീകരിച്ചു വന്നു. വെടിവെപ്പ് അന്വേഷിച്ച പത്മനാഭൻ കമ്മീഷനും എന്തിന് ഹൈക്കോടതി പോലും സുപ്രീം കോടതി പോലും കുറ്റവിമുക്തനാക്കിയിട്ടും കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ IPS ഓഫീസറെ CPM മാറ്റി നിർത്തിയിരുന്നില്ല. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തിളക്കമാർന്ന ട്രാക്ക് റെക്കോർഡുമായി മുന്നോട്ടു പോയ രവാഡ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടർ വരെയായി സ്തുത്യർഹ സേവനം നയിച്ചു വരവെയാണ് സംസ്ഥാന പോലീസ് മേധാവിയാകാൻ അവസരമൊത്തുവന്നത്. CPM-മായി ഒരു നേർക്കുനേർ പോരാട്ടത്തിന് ഇനിയും രവാഡ നിൽക്കില്ല എന്നാണ് പാർട്ടിയും സർക്കാരും കരുതിയത്. എന്നാൽ UPSC പട്ടിക പരിഗണിക്കുന്നതിന് മുൻപ് തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയെ കണ്ട് തിരികെ എത്താനുള്ള താൽപ്പര്യം അദ്ദേഹം അറിയിച്ചതോടെ പാർട്ടിയും സർക്കാരും ശരിക്കും വെട്ടിലാവുകയായിരുന്നു. പട്ടികയിലെ മറ്റ് 2 പേരും സർക്കാരിന് താൽപ്പര്യമില്ലാത്തവർ. അതോടെ തമ്മിൽ ഭേദം എന്ന നിലയിൽ രവാഡ എത്തിയത് പാർട്ടി അണികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. എന്നാൽ സർക്കാർ തീരുമാനം തള്ളിപ്പറയാൻ കഴിയുകയുമില്ല. കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല. കണ്ണൂർ ചെന്താരകം P. ജയരാജൻ തന്നെ ആദ്യ വെടി പൊട്ടിച്ചു. സഖാക്കളെ തല്ലിച്ചവരുടെയും വെടിവെച്ചു കൊന്നവരുടെയും പട്ടികയിൽ രവാഡ ഉണ്ടെന്ന കാര്യം ജയരാജൻ ഓർമ്മിപ്പിച്ചത് സൈബർ സഖാക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും അന്ന് ആക്ഷേപം ഉന്നയിച്ചതാണ്. രവതി ഒറ്റക്കല്ല, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തി ചാർജും വെടിവെപ്പും ഒക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത്. പിന്നീട് തിരുത്തേണ്ടി വരുമെന്ന മുൻ ധാരണയിൽ തന്നെയാണ് പോലീസ് മേധാവി ചുമതലയേറ്റ ദിവസം തന്നെ ജയരാജൻ തുടങ്ങിവെച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട ADM TT ആന്റണിക്കും DYSP അബ്ദുൾ ഹക്കീം ബത്തേരിക്കുമൊപ്പം രവാഡ ചന്ദ്രശേഖരന്റെ പേരും ജയരാജൻ പറഞ്ഞപ്പോൾ പോലീസ് തേർവാഴ്ചയിൽ CPM പ്രതിസ്ഥാനത്ത് നിർത്തിയ ആൾ തന്നെയാണ് പോലീസ് മേധാവിയെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. സഖാവ് പുഷ്പന്റെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരനായ ആളെ പോലീസ് മേധാവിയാക്കി രക്തസാക്ഷികളെ അപമാനിക്കുന്നു എന്ന വികാരം സൈബർ സഖാക്കൾ ഏറ്റെടുത്തതോടെ പാർട്ടിക്ക് ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: രവാഡ ചന്ദ്രശേഖർ നിയമ പോരാട്ടത്തിലൂടെ നേടിയ വിജയം അംഗീകരിക്കുക. പിന്നീടുള്ള പ്രതികരണങ്ങൾ ആ വഴിക്കായതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ തലേന്ന് മാത്രം ASP-ആയി ചുമതലയേറ്റ രവാഡയ്ക്ക് കണ്ണൂരിനെപ്പറ്റി ഒരറിവും ഉണ്ടായിരുന്നില്ല എന്ന അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ CPM ന്യായീകരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. അല്ല, പാർട്ടി നയിക്കുക ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തീരുമാനിച്ചത് ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടല്ലേ കാര്യങ്ങൾ നയിക്കുന്നത്. അല്ലാണ്ട് പാർട്ടിക്ക് എന്താ ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യം? DGP നിശ്ചയിക്കുന്നതിൻ്റെ അകത്ത് CPM-ന് വല്ല തരത്തിലും ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ വെടിവെപ്പും അതുപോലെ ലാത്തി ചാർജും എല്ലാം നടന്നത്, അതിന് നേതൃത്വം കൊടുത്തത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ TT ആൻ്റണിയും അതുപോലെ തന്നെ പോലീസ് ഹക്കീം ബത്തേരിയുമാണ്. ഇവർ 2 പേരാണ് നടത്തിയിട്ടുള്ളതെന്നറിയാം. കോടതി തന്നെ ഇവരെല്ലാം ഈ രവാഡ ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. കമ്മീഷൻ വെച്ച് പരിശോധിച്ചതാണ്, കമ്മീഷനും ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാത്തിടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാകുന്നില്ല. ചോദ്യങ്ങൾ ബാക്കിയാണ്. 1-2 വർഷമല്ല, 1994 നവംബർ 25 മുതൽ പോലീസ് മേധാവിയാകുന്നതുവരെ രവാഡയെ CPM വേട്ടയാടി.
പരിചയം കുറഞ്ഞ ഓഫീസർ ആയതിനാൽ രവാഡയുടെ മേൽ കുറ്റം കെട്ടിവെക്കേണ്ട എന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. എന്നിട്ടും നയനാർ സർക്കാർ കൊലക്കുറ്റത്തിന് കേസെടുത്തു. 2000 ഹൈക്കോടതി വെറുതെ വിട്ടു. നയനാർ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും കുറ്റവിമുക്തനാക്കിയിട്ടും വിധിയിലെ സാങ്കേതികത ചൂണ്ടിക്കാട്ടി കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ പാർട്ടിക്കാരെ കൊണ്ട് കേസ് നടത്തിച്ചു. ഇതിലും 2012 സുപ്രീം കോടതി രവാഡയെ കുറ്റവിമുക്തനാക്കി. അതായത് 18 വർഷത്തെ വേട്ടയാടൽ. കോടതികൾ കയറ്റിയിറക്കി. എന്നിട്ടും പാർട്ടി നിലപാട് മാറിയിട്ടില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രൂക്ഷമായാണ് അന്ന് രവാഡയ്ക്കെതിരെ പ്രതികരിച്ചത്. പ്രതികളായിരുന്ന ADM TT ആന്റണിയെയും DYSP അബ്ദുൾ ഹക്കീം ബത്തേരിയെയും കോടതി വെറുതെ വിട്ടതാണ്. പക്ഷേ അവർക്ക് വെടിവെപ്പിൽ പങ്കുണ്ടെന്ന് CPM ഇപ്പോഴും പറയുന്നു. കോടതി വെറുതെ വിട്ടതിനാൽ രവാഡ ചന്ദ്രശേഖരന് പങ്കില്ലെന്നും ഒന്നാന്തരം ന്യായീകരണം. ശിക്ഷിക്കപ്പെടേണ്ടവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു. കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷിക്കപ്പെടേണ്ടവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ഒറ്റപ്പെടുത്തേണ്ടവരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട ഔദ്യോഗിക സമിതികൾ പരിശോധിച്ച് കണ്ടെത്തിയത് ആണ് പിന്നെ സ്വാഭാവികമായിട്ട് വരിക. കണ്ടെത്തിയ കാര്യങ്ങളാണ്. ആ കണ്ടെത്തിയ കാര്യങ്ങൾ പിന്നെ അതുകൊണ്ടാണ് അതിനുശേഷം പത്തനംതിട്ട SP ആയിട്ട് ഇതേ ആൾ പ്രവർത്തിച്ചല്ലോ. തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടും പ്രവർത്തിച്ചല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഇതൊരു വലിയ പ്രശ്നമായി വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് വരാതിരുന്നത്? അപ്പം നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. അതിൽ പിന്നീട് പാർട്ടി എടുത്ത നിലപാടിൽ ഒരു പ്രധാനമായിട്ടും നടന്ന സംഭവം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്പോട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള ആക്ഷേപം പക്ഷേ ബന്ധപ്പെട്ട പരിശോധന നടന്നല്ലോ, അന്വേഷണം നടന്നല്ലോ. ആ അന്വേഷണത്തിൻ്റെ കൺക്ലൂഷൻ എന്താ? ആ കൺക്ലൂഷനാണ് ഞാൻ പറയുന്നത്. ആ കൺക്ലൂഷൻ അനുസരിച്ച് ഇദ്ദേഹം ഇതിൻ്റെ അകത്ത് തെറ്റ് ചെയ്തു എന്ന് അന്വേഷണ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. 1.25 പതിറ്റാണ്ടിലേറെ പാർട്ടിയും മുന്നണി ഭരിക്കുമ്പോൾ സർക്കാരും വിടാതെ പിന്തുടർന്ന രവാഡ ചന്ദ്രശേഖരെ ഒടുവിൽ അംഗീകരിക്കാൻ തയ്യാറായത് പോലീസ് മേധാവിയായി നിയമിക്കാതിരിക്കാൻ പറ്റാത്തതിനാലാണ്. പട്ടികയിലെ മറ്റ് 2 പേരേക്കാൾ സർക്കാരിന് ഭേദം രവാഡ. ഇപ്പോൾ രവാഡയ്ക്ക് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കില്ലെന്ന് പാർട്ടി പറയുന്നു. പറഞ്ഞതും പാടിയതും ഒക്കെ വിഴുങ്ങിയിട്ടാണെങ്കിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരായ സമരമായിരുന്നു അന്ന് DYFI നടത്തിയത്. ആ നയത്തിൽ നിന്നൊക്കെ CPM പിന്നോട്ട് പോയി കഴിഞ്ഞു. സ്വാശ്രയ കോളേജുകളും വിദേശ സർവകലാശാലകളുമൊക്കെ ഇന്ന് പാർട്ടി അംഗീകരിച്ചവയാണ്. അതിനാലാവാം പഴയ കാര്യങ്ങൾ പാടേണ്ട എന്ന് EP ജയരാജൻ P ജയരാജനെ ഓർമ്മപ്പെടുത്തിയത്. അതായത് കൂത്തുപറമ്പ് വെടിവെപ്പൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞതാണെന്നാണ് EP ജയരാജൻ പറയുന്നത്. ആ സമയം ഇത് കാലം എത്രയായി, കാലങ്ങൾ എത്ര പോയി. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ AK ആന്റണി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമല്ലേ? കേരളത്തിൽ UDF കോൺഗ്രസിൻ്റെ പലരും കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം മന്ത്രിയല്ലേ? ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊന്നും മറന്നു പോകരുത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദികളെന്ന് CPM മുദ്ര കുത്തിയ ഒന്നാമത്തെയാളായ MV രാഘവനോട് മരണത്തിന് മുൻപ് വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനെ ഒപ്പം ചേർക്കുകയും ചെയ്തു. ഇപ്പോൾ രവാഡ ചന്ദ്രശേഖരനെയും പാർട്ടി കുറ്റവിമുക്തനാക്കി. അണികൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ